ഹായ് ഫ്രണ്ട്സ്. ഇപ്പോൾ കേരള PSCയുടെ LDC വിജ്ഞാപനം വന്നു. അയച്ചിട്ടുണ്ടാവുമല്ലേ? എല്ലാവരും അയച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അതുപോലെ തന്നെ പലരും ഈ യൂണിവേഴ്സിറ്റി LGS വന്നിട്ട് അതിൻ്റെ പ്രിലിംസൊക്കെ ചാടിക്കയറിയിട്ടുണ്ടായിരിക്കും. ഇനി വരാത്തവർ സങ്കടപ്പെടണ്ട. തീർച്ചയായിട്ടും ഇനി നമുക്കൊരു LGS വരാനുണ്ട് അല്ലേ? വിവിധ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കുള്ള LGSൻ്റെ നോട്ടിഫിക്കേഷൻ അവിടേക്ക് നമുക്ക് അയക്കാനുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് കറണ്ട് അഫയേഴ്സ്. കാരണം കറണ്ട് അഫയേഴ്സ് 20 മാർക്കാണ്. ഇപ്പം കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ ഫെബ്രുവരി 7 മുമ്പ് തന്നെ പരമാവധി വിഷയങ്ങൾ കവർ ചെയ്യാൻ നോക്കാം. G20 സംഘടനയുടെ 18ാമത് ഉച്ചകോടിയുടെ വേദി ഏത്? ചോദ്യം വന്നാൽ എന്തായിരിക്കും ഉത്തരം? ന്യൂഡൽഹിയാണ്. ഇപ്പം G20ൻ്റെ ഉച്ചകോടി ഇപ്രാവശ്യം ന്യൂഡൽഹിയിൽ നടന്നതുകൊണ്ട് തന്നെ G20 വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇപ്പം G20നെ കുറിച്ച് നമുക്ക് മൊത്തം ഒന്ന് പഠിക്കാം. അതിൽ നിന്നുള്ളൊരു ചോദ്യം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഒന്ന് കുറച്ച് കാര്യമായിട്ട് തന്നെ പഠിക്കണം. കാരണം 20 മാർക്ക് ഉണ്ടല്ലോ. അപ്പം ഇങ്ങനെ ഇന്ത്യയിൽ നടന്ന പ്രധാന സംഭവങ്ങളിലൂടെയൊക്കെ ഒന്ന് കടന്നു പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പം G20 ഉച്ചകോടി നടന്നത് ന്യൂഡൽഹിയിലാണ്. G20ൻ്റെ ഉച്ചകോടിയുടെ പ്രാധാന്യം എന്താണ്? ലോകത്തെ വ്യാവസായികമായി വികസിച്ചതും ഉയർന്നു വരുന്നതുമായ പ്രമുഖ രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് G20. ഇപ്പം G20 എന്ന് പറഞ്ഞാൽ ലോകത്തെ വ്യാവസായികമായ വികസിച്ച പ്രമുഖ രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ്. ആ G20ൽ തന്നെ നിങ്ങൾ 20 എന്ന് കണ്ടില്ലേ? 1999 സെപ്റ്റംബർ 26 G20 നിലവിൽ വരുന്നത്. വർഷമൊക്കെ പഠിച്ചു വെക്കണമെന്ന് ചോദിക്കണം. പഠിച്ചു വെക്കണം. കാരണം എന്താ? ചില കാര്യങ്ങൾക്ക് നമ്മൾ നല്ല പ്രാമുഖ്യം കൊടുക്കണം. 2 കാരണം കൊണ്ടാണ്. 20 മാർക്കിന് കറണ്ട് അഫയേഴ്സ് ഉണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്താണ്? G20ൻ്റെ ഉച്ചകോടി എവിടെയാണ് നടന്നത്? ഇന്ത്യയിലാണ് നടന്നത്. എന്നൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം പരീക്ഷയ്ക്ക്. അപ്പം നമ്മൾ എപ്പോഴും പഠിക്കുമ്പോൾ ഞാൻ പലപ്പോഴും പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്? പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ സിലബസും എക്സാം പാറ്റേണും നിങ്ങൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഞാൻ പലപ്പോഴും പറയുന്നുണ്ട്, ചരിത്രത്തിന് നമുക്കറിയാം ഇപ്പോൾ LDC പോലത്തെ ഒരു എക്സാം ആണെങ്കിൽ 5 മാർക്കാണ്. അതേസമയം LGS മെയിന് കുറച്ചും കൂടി കൂടുതൽ മാർക്കുണ്ട്. പക്ഷേ LDC മെയിനെ സംബന്ധിച്ചിടത്തോളം 5 മാർക്കാണ് നമുക്ക് ചരിത്രത്തിന് കിട്ടാനുള്ളത്. അപ്പോൾ LDC മെയിനും LGSനുമുള്ള സിലബസ് ചരിത്രത്തിൽ ഏറെക്കുറെ സമാനമാണ്. ഏറെക്കുറെ. ഇപ്പോൾ ലോക ചരിത്രം നമുക്ക് നോക്കണ്ട LGS മെയിനിന്. അപ്പോൾ ഈ സിലബസ് എന്താണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ കേരള PSCയുടെ സിലബസും അതിൻ്റെ എക്സാം പാറ്റേൺ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ അതുപോലെ തന്നെ മെയിൻ ടോപ്പിക്സ് എന്താണ്, സബ് ടോപ്പിക്സ് എന്താണ്. കൂടുതൽ മാർക്ക് വാങ്ങുന്ന സ്ഥലത്തിന്, മോർ വെയിറ്റേജ് ഉള്ളതിന് നല്ല പ്രാധാന്യം കൊടുക്കണം. അപ്പോൾ കറണ്ട് അഫയേഴ്സ് 220 ഉണ്ട്. നല്ല പ്രാധാന്യം കൊടുക്കണം. എപ്പോഴും മനസ്സിലാക്കുക, 2 കാര്യങ്ങളാണ് നമുക്ക് മാനേജ് ചെയ്യാനുള്ളത്. പലപ്പോഴും ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ചിട്ടാണ് എല്ലാവരും ചോദിക്കാറ്. നോളേജ് മാനേജ് ചെയ്യാം. എന്താ ടൈമിൻ്റെ പ്രത്യേകത? അത് ലിമിറ്റഡ് ആണ്. ധാരാളം ഇല്ല നിങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ മാർക്കുകൾ എന്നതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. എന്നാൽ നോളേജോ ധാരാളമുണ്ട്. അപ്പോൾ അവിടെ നോളേജ് മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പരമാവധി കുറഞ്ഞ ഇത് പഠിച്ച് കൂടുതൽ മാർക്ക് വാങ്ങുക. അവിടെയാണ് കറണ്ട് അഫയേഴ്സിൻ്റെ പ്രാധാന്യം വരുന്നത്. കറണ്ട് അഫയേഴ്സ് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അത്രമാത്രം പഠിക്കാനൊന്നുമില്ല. ഇപ്പോൾ ഒരു കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു ബുള്ളറ്റിൻ മേടിച്ച് നോക്കൂ, ഒരു മാഗസിൻ മേടിച്ച് നോക്കിയാൽ ഒരു 200-250 പേജാണുള്ളത്. ചരിത്രം അത്രയാണോ ഉള്ളത്? അല്ല. അപ്പോൾ ഇവിടെ 20 മാർക്ക് അത് മൊത്തം പഠിച്ചെടുക്കാൻ പറ്റുമോ? പഠിച്ചെടുക്കാൻ പറ്റും. ആവശ്യമുള്ളത് പഠിച്ചാൽ മതി. അതിൽ അനാവശ്യ കാര്യങ്ങൾ പഠിക്കേണ്ടതില്ല. ഇപ്പോൾ ലാസ്റ്റ് ഗ്രേഡ് സർവൻ്റ് നോക്കൂ. ലാസ്റ്റ് ഗ്രേഡ് സർവൻറ്റിൽ ആനുകാലിക വിഷയങ്ങൾക്ക് 20 മാർക്കാണ്. ഈ പൊതുവിജ്ഞാനം 40 മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ സയൻസ് ഉണ്ട്, അതുപോലെ തന്നെ ബയോളജി ഉണ്ട്. സയൻസിന് നമുക്ക് ഫിസിക്സും കെമിസ്ട്രിയും കൂടി 10 മാർക്കാണെങ്കിൽ ബയോളജി
അതുപോലെ തന്നെ പൊതുജനാരോഗ്യത്തിന് കൂടിയിട്ട് 10 മാർക്ക് ഉണ്ട്. അപ്പോൾ 20 മാർക്ക് അവിടെ തന്നെയായി. പിന്നെ ജോഗ്രഫി ഉണ്ട്, ഹിസ്റ്ററി ഉണ്ട്. അതേസമയം ഇവിടെ ആനുകാലിക വിഷയങ്ങൾക്ക് മാത്രമാണ് 20 മാർക്ക്. പൊതുവിജ്ഞാനം 40 മാർക്കുണ്ട്, സയൻസിന് 10 മാർക്കുണ്ട്, പൊതുജനാരോഗ്യം 10 മാർക്കുണ്ട്, ലഘുഗണിതം. അപ്പോൾ ഗണിതത്തിൻ്റെ അതേപോലെ തന്നെ പ്രാധാന്യം ആനുകാലിക വിഷയങ്ങൾക്കും കൊടുക്കണം. ഇതെല്ലാം കൂടി ഉൾപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അതായത് 10th ലെവൽ എക്സാമുകൾക്ക് മുഴുവൻ പ്രിപ്പയർ ചെയ്യുന്ന, LGS ആവട്ടെ LDC ആവട്ടെ, അങ്ങനെ 10th ലെവൽ എക്സാമുകൾക്ക് മുഴുവൻ പ്രിപ്പയർ ചെയ്യുന്ന ഒരു കോഴ്സാണ് നമ്മുടേത്. 1.5 വർഷം കിട്ടും. എന്തിനാ 1.5 വർഷം? ഈ ഫെബ്രുവരി 7 വരെ പോരെ എന്നൊക്കെ ചോദിക്കും. നമ്മളെപ്പോഴും ഈ അർജൻസി വിടുക. ഫെബ്രുവരി 7 ഒരു മെയിൻ എക്സാം വരുന്നുണ്ട്, ശരി, നന്നായി പഠിക്കണം. അതിന് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഈ പഠനം നിർത്താൻ പാടില്ല. നിങ്ങളൊരു 1.5 വർഷം കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്ത് നോക്ക്. ആ 1.5 വർഷത്തിന് ശേഷം നിങ്ങൾ എഴുതുന്ന എക്സാമുകൾ നിങ്ങൾ ക്രാക്ക് ചെയ്തിരിക്കും. അപ്പോൾ ഒരു സർക്കാർ ജോലി കിട്ടുന്നത് വരെ പഠനം. ഒരു 1.5 വർഷമേ നന്നായിട്ട് പഠിക്കേണ്ടുള്ളൂ. പിന്നെ നമ്മൾ അടുത്ത എക്സാമിനൊക്കെ ബ്രഷപ്പ് ചെയ്ത് പോയാൽ മതി. പിന്നെ വരുന്ന എക്സാമുകളിലൊക്കെ ലിസ്റ്റിൽ നിങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെ അർജൻസി പോകും. അതേസമയം നമ്മുടെ ലൈഫിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഒരു ദീർഘകാല ലക്ഷ്യം വെച്ച് പോവുകയാണ്. അതുകൊണ്ടാണ് 1.5 വർഷം നമ്മുടെ കോഴ്സ് വെറും 2000 രൂപയ്ക്ക് 2053 രൂപ അടച്ചാൽ നിങ്ങൾക്ക് 1.5 വർഷത്തേക്ക് ഈ കോഴ്സ് കിട്ടും. ലേണിംഗ് പ്ലാൻ ഉണ്ട്. അതിൽ SCRT ടെക്സ്റ്റ് ബുക്കുകളിലെ പ്രധാന ഭാഗങ്ങൾ കവർ ചെയ്യും. 2000 മുതൽ 2023 കഴിഞ്ഞ് 24 ഈ കോഴ്സ് കഴിയുന്നത് വരെയുള്ള എക്സാം വരെയുള്ള എല്ലാ റിലേറ്റഡ് ഫാക്ട്സും നിങ്ങൾ കവർ ചെയ്യും. കറണ്ട് അഫയേഴ്സ് കവർ ചെയ്യും. ഇംഗ്ലീഷ്, മാത്സ്, മലയാളം അതിന് സ്പെഷ്യൽ അറ്റൻഷൻ ഉണ്ടായിരിക്കും. വീഡിയോ ക്ലാസ് ഉണ്ടായിരിക്കും. നോട്ട്സ് ഉണ്ടായിരിക്കും. അൺലിമിറ്റഡ് ആയിട്ടുള്ള മോക്ക് എക്സാംസ് ഉണ്ടായിരിക്കും. യൂണിറ്റ് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. റെഗുലർ റിവിഷൻ ഉണ്ടായിരിക്കും. ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കും. ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. മെന്ററിങ് ഉണ്ടായിരിക്കും. ഇതെല്ലാം ഉൾപ്പെട്ട കോഴ്സാണ് 2000 രൂപയുടെ കോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയൊക്കെ ആ വെയിറ്റേജിനനുസരിച്ചുള്ള പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. ആവശ്യമുള്ളത് മാത്രമേ പഠിക്കുള്ളൂ. 25 മൊഡ്യൂളുകളിലായി നിങ്ങളിത് മുഴുവൻ കവർ ചെയ്താൽ ഗ്യാരണ്ടി തരാം, നിങ്ങൾ ആ എക്സാം ക്രാക്ക് ചെയ്തിരിക്കും. അത് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ഈ LDCക്കും LGSനും പരിശ്രമിക്കേണ്ട എന്നുള്ളതല്ല. അതിൽ തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റും. ക്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അങ്ങനെയും വരാമല്ലോ. ഒരു ലേശം മാർക്കിനൊന്ന് മിസ്സായാൽ നമ്മൾ അടുത്ത എക്സാമിലേക്ക് ഒരുങ്ങണം. അപ്പോഴേക്കും നമ്മൾ ഒന്നും കൂടി മിടുക്കരായി. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പം G20 എന്ന് പറയുന്നത് 1999 നിലവിൽ വന്നത്. ഓർത്തു വയ്ക്കാൻ എളുപ്പമാണ്. G20 അല്ലേ, 1999 അല്ലേ. നമുക്ക് ഒരു വർഷം കൂടി കൂട്ടിയാൽ 2000 അല്ലേ. അവിടെ തന്നെ ഒരു 20 ഉണ്ട്. ആ 20യിൽ നിന്ന് ഒന്ന് കുറച്ചതല്ലേ G20 എന്ന് പറയുന്നത്. അപ്പം പേരിൽ 20-എങ്കിലും അതിലധികം രാജ്യങ്ങളുണ്ട്. ഇതിൽ പേരിൽ 20, 19 രാജ്യങ്ങളും പിന്നെ യൂറോപ്യൻ യൂണിയനും ആഫ്രിക്കൻ യൂണിയൻ. 19 രാജ്യങ്ങളുണ്ട്, പിന്നെ യൂറോപ്യൻ യൂണിയൻ ഉണ്ട്, ആഫ്രിക്കൻ രാജ്യങ്ങളും കൂടി ചേർന്നതാണ് ഈ G20 എന്ന് പറയുന്നത്. എന്താ G20ന്റെ പ്രാധാന്യം? ലോക ജനസംഖ്യയുടെ 65% ഈ രാജ്യങ്ങളിലാണ്. ഇന്ത്യ ചൈനയുടെ ഇതിലേ അപ്പം തന്നെ നല്ലൊരു ജനസംഖ്യയായി. ലോക ജനസംഖ്യയുടെ 65% ഈ രാജ്യങ്ങളിലാണ്. ലോക GDPയുടെ 85%, കച്ചവടത്തിൻ്റെ 75% കൈയാളുന്നത് ഈ രാജ്യങ്ങളാണ്. ലോക ജനസംഖ്യയുടെ 65%, GDPയുടെ 85%, കച്ചവടത്തിൻ്റെ 75%. ഇതൊക്കെ ഈ രാജ്യങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഗ്രൂപ്പിന്റെ തീരുമാനങ്ങൾ ലോകത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നതിൽ മുഖ്യ ശക്തിയാവുന്നത്. G20 വരുന്നത് 1999 കിഴക്കൻ ഏഷ്യൻ സാമ്പത്തിക പ്രതിസന്ധി കാലത്താണ്. സാമ്പത്തികമായി പല രാജ്യങ്ങളും തകരാറിലായി. അപ്പോൾ ഈ കൂട്ടായ്മയുടെ പ്രാഥമിക ലക്ഷ്യം ലോക സാമ്പത്തിക മേഖലയെ തകിടമറിയാതെ തുഴഞ്ഞു കൊണ്ടുപോവുക എന്നുള്ളതായിരുന്നു. ധനകാര്യമന്ത്രിമാരും അവിടുത്തെ സെൻട്രൽ ബാങ്ക് തലവന്മാരും ഒക്കെയാണ് ആദ്യം സമ്മേളിച്ചിരുന്നത്. പിന്നെ അടുത്ത 9 വർഷത്തിലേക്ക് വലിയ ആക്ടിവിറ്റി ഒന്നും ഉണ്ടായില്ല. 2008 ഇത് വീണ്ടും സജീവമാകുന്നത്. ലോകം മറ്റൊരു സാമ്പത്തിക പ്രതിസന്ധിയെ അഭിമുഖീകരിച്ച ഘട്ടത്തിലായിരുന്നു. 2022 G20യുടെ 17ാമത് ഉച്ചകോടി ഇന്തോനേഷ്യയിലെ ബാലിയിൽ നടന്നു. ഇന്തോനേഷ്യയിലെ ബാലിയിലാണ് 2022 G20യുടെ 17ാമത് ഉച്ചകോടി നടന്നത്. 18ാമത്തെ ഉച്ചകോടി 2023 അത് ഇന്ത്യയിൽ നടന്നു. അപ്പൊ ഇന്തോനേഷ്യ, ഇന്ത്യ ഓർത്തു വയ്ക്കാൻ എളുപ്പമാണ്. 2022 എവിടെ നടന്നു എന്ന് ഓർത്തു വയ്ക്കുക, ഇന്തോനേഷ്യ. 2023 എവിടെ നടന്നു, ഇന്ത്യയിൽ നടന്നു. അപ്പോ എന്താണ് G20 എന്ന് മനസ്സിലായി. 1999 നിലവിൽ വന്നു. അതിന്റെ 18ാമത് ഉച്ചകോടിയായിരുന്നു
എവിടെ ഉണ്ടായത്? 1999, 19 ഒന്ന് കുറച്ച 18ാമത് ഉച്ചകോടി അത് ഇന്ത്യയിൽ. തൊട്ട് മുന്നത്തെ 17ാമത്തെ ഉച്ചകോടി ഇന്തോനേഷ്യ. അപ്പൊ ഇന്ത്യയിൽ സെപ്റ്റംബർ 9, 10 ഇത് നടക്കുന്നത്. ഇപ്പോ G20 അംഗമായ രാജ്യങ്ങൾ ഏതാണെന്ന് നിങ്ങൾക്ക് പിടികിട്ടിയിട്ടുണ്ട്. ഏതൊക്കെയാ? 20 രാജ്യങ്ങൾ ആണോ G20 ഉള്ളത്? അതോ 19 രാജ്യങ്ങൾ ആണോ? അതോ യൂറോപ്യൻ യൂണിയൻ ആണോ? ആഫ്രിക്കൻ യൂണിയൻ ആണോ? ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ ഒന്ന് മാത്രമാണോ? ഒന്ന് മാത്രമല്ല, 20 രാജ്യങ്ങളല്ല. നമുക്കറിയാം 20 രാജ്യത്തിലേക്കാൾ കൂടുതലുണ്ട്. ആരൊക്കെയാ? 19 രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും ആഫ്രിക്കൻ യൂണിയനും. അപ്പൊ അവിടെ ഉത്തരം വരിക എന്താണ്? 2, 3, 4. ഇതാണ് അവിടെ ഉത്തരം വരിക. ഏതാ ഉത്തരം വരിക? 2, 3, 4. 2010 വരെ അർദ്ധവാർഷികമായും പിന്നീട് അങ്ങോട്ട് വാർഷികമായിട്ടുമാണ് ഇതിന്റെ സമ്മേളനങ്ങൾ നടക്കുന്നത്. സാമ്പത്തിക വിപണികളുടെയും ലോക സമ്പൽ വ്യവസ്ഥയുടെയും ഉച്ചകോടി എന്ന് G20 ഉച്ചകോടി ഔപചാരികമായിട്ട് അറിയപ്പെടുന്നുണ്ട്. ഓരോ വർഷവും അധ്യക്ഷ സ്ഥാനം, അതായത് ആതിഥേയ രാജ്യം ഓരോ അംഗരാജ്യങ്ങൾക്ക് മാറിയെത്തും. വ്യാപാരം, കാലാവസ്ഥാ വ്യതിയാനം, ഊർജം, ആരോഗ്യം, തീവ്രവാദ വിരുദ്ധത, കുടിയേറ്റം, അഭയാർത്ഥികൾ തുടങ്ങിയ ആഗോള പ്രശ്നങ്ങളെല്ലാം അവിടെ ചർച്ച ചെയ്യും. ഇതിന്റെ ഔദ്യോഗിക ഭാഷ ഏതൊക്കെയാണെന്ന് അറിയാമോ? ഇംഗ്ലീഷ് ഉണ്ട്, ഫ്രഞ്ച് ഉണ്ട്, സ്പാനിഷ് ഉണ്ട്. ഈ 3 ഭാഷയാണ്. ഇംഗ്ലീഷ്, ഫ്രഞ്ച്, സ്പാനിഷ്. ഓർത്തു വയ്ക്കുക, മറന്നുപോണ്ട. ഇംഗ്ലീഷ് ഉണ്ട്, പിന്നെന്തുണ്ട്? ഫ്രഞ്ച് ഉണ്ട്, പിന്നെന്തുണ്ട്? സ്പാനിഷ് ഉണ്ട്. 18ാമത് G20 ഉച്ചകോടിയുടെ ഇന്ത്യയുടെ ഷെർപ്പ ആരാണ്? അമിതാഭ് കാന്താണ്. എന്താണ് ഈ ഷെർപ്പ എന്ന് പറഞ്ഞാൽ? ഷെർപ്പ എന്ന് പറഞ്ഞാൽ ലോക നേതാക്കൾക്ക് വഴികാട്ടുന്ന G20 സംഘാടകരാണ് ഷെർപ്പ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ഷെർപ്പ നീതി ആയോഗ് മുൻ മേധാവി അമിതാഭ് കാന്തായിരുന്നു. അന്താരാഷ്ട്ര ഉച്ചകോടിയിൽ രാഷ്ട്രത്തിന്റെയോ രാഷ്ട്രത്തലവന്റെയോ പ്രതിനിധിയാണ് ഷെർപ്പ എന്ന് പറയുന്നത്. ഷെർപ്പ അപ്പൊ അംഗരാജ്യങ്ങളുടെ വ്യക്തിപരമായ പ്രതിനിധിയാണ്. ഈ G20 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന ആ രാജ്യത്തിന്റെയോ രാഷ്ട്രത്തലവന്റെയോ പ്രതിനിധിയെയാണ് ഷെർപ്പ എന്ന് പറയുന്നത്. ആരാണ് ഈ ഷെർപ്പ? സാഹസികരെ ഹിമാലയൻ കൊടുമുടികളിലേക്ക് നയിക്കുന്ന ആളുകളുടെ പേരിൽ നിന്നാണ് ഈ പദവി വന്നത്. അവരെയാണ് ഷെർപ്പ എന്ന് വിളിക്കുന്നത്. G20 ഉച്ചകോടിയുടെ ഭാഗമായുള്ള ഷെർപ്പ സമ്മേളനത്തിന് കേരളത്തിൽ ഒരു വേദിയായി ഇപ്രാവശ്യം ഒരു സ്ഥലം. ഏതാണ്? കേരളത്തിൽ ആ ഷെർപ്പകളുടെ സമ്മേളനത്തിന് വേദിയായ സ്ഥലം കുമരകമാണ്. കുമരകത്താണ് G20 ഉച്ചകോടിയുടെ ഭാഗമായുള്ള ഷെർപ്പ സമ്മേളനത്തിന് വേദിയായത്. അപ്പൊ 18ാമത് G20 ഉച്ചകോടിയുടെ ആതിഥേയം വഹിച്ചത് ആരാണ്? മറക്കണ്ട, ഇന്ത്യയാണ്. 17ാമത്തേത് ഇന്തോനേഷ്യ ആയിരുന്നു. G20 ഇന്ത്യയിൽ നടന്ന G20യിലെ പ്രത്യേകത നോക്കുമ്പോൾ G20യുടെ സ്ഥാപകാംഗങ്ങളിലൊന്നാണ് ഇന്ത്യ. 18ാമത് G20 ഉച്ചകോടിയുടെ ആതിഥേയത്വം വഹിച്ചത് ഇന്ത്യയാണ്. ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ G20 ഉച്ചകോടിയാണ്. ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ G20 ഉച്ചകോടിയാണ്. 2023 സെപ്റ്റംബർ 9, 10 ദിവസങ്ങളിൽ, സെപ്റ്റംബർ മാസത്തിലാണ്, ന്യൂഡൽഹിയിലാണ് പ്രഗതി മൈതാനിലെ ഭാരത് മണ്ഡപം എക്സിബിഷൻ കൺവെൻഷൻ സെന്ററിലാണ് ഉച്ചകോടി നടന്നത്. ഭാരത് മണ്ഡപത്തിലാണ്, പ്രഗതി മൈതാനത്തിലാണ്, ന്യൂഡൽഹിയിലാണ്. ഓർത്തു വയ്ക്കുക. എന്തായിരുന്നു ഇതിന്റെ പ്രമേയം? ഓർത്തു വെക്കണേ. വസുദൈവ കുടുംബകം. വസുദൈവ കുടുംബകം. ലോകമേ തറവാട്, ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി. നല്ല മുദ്രാവാക്യമാണ് അല്ലേ? ഒരൊറ്റ ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി എന്നായിരുന്നു സമ്മേളനത്തിന്റെ പ്രമേയം. ഇന്ത്യ ആതിഥേയത്വം വഹിച്ച ഈ സമ്മേളനത്തിൽ 9 അതിഥി രാജ്യങ്ങളാണ് പങ്കെടുത്തത്. ബംഗ്ലാദേശ്, ഈജിപ്ത്, മൗറീഷ്യസ്, നെതർലൻഡ്സ്, നൈജീരിയ, ഒമാൻ, സിംഗപ്പൂർ, സ്പെയിൻ, UAE ഇതൊക്കെയാണ് പങ്കെടുത്തത്. 11 അന്താരാഷ്ട്ര സംഘടനകൾ പങ്കെടുത്തു. ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിക്ക് ബദലാകാൻ G20യിൽ ഇന്ത്യ പ്രഖ്യാപിച്ച പുതിയ വ്യാപാര ഇടനാഴിയാണ് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് ഇടനാഴി. ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് കോറിഡോർ ഇതിൽ പ്രഖ്യാപിച്ച പദ്ധതിയാണ് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് ഇടനാഴി. ഈ ഉച്ചകോടിയിൽ വെച്ചാണ് ആഫ്രിക്കൻ യൂണിയനെ 21ാമത് G20 അംഗമായി പ്രഖ്യാപിച്ചത്. എന്നാൽ ഗ്രൂപ്പിന്റെ പേരിൽ മാറ്റം വരുത്തിയില്ല. ഇപ്പൊ യൂറോപ്യൻ യൂണിയൻ ഉണ്ടായിരുന്നു, അതുകൂടാതെ ആഫ്രിക്കൻ യൂണിയനും വന്നു. സുസ്ഥിര ജൈവ ഇന്ധനങ്ങളുടെ വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനും വ്യക്തമായ മാനദണ്ഡങ്ങളും സർട്ടിഫിക്കേഷനും സജ്ജമാക്കുന്നതിനും ഗ്ലോബൽ ബയോഫ്യുവൽ അലയൻസ് എന്ന ഒരു പുതിയ സംഘടനയും പ്രഖ്യാപിച്ചു. ജൈവ ഇന്ധനങ്ങളുടെ വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി പുതിയ ഒന്ന്
ഗ്ലോബൽ ബയോഫ്യുവൽ അലയൻസ് എന്ന് പറയുന്ന ഒരു പുതിയ സംഘടന. ഗ്ലോബൽ ബയോഫ്യുവൽ അലയൻസ്. ബയോഫ്യുവൽ എന്ന് പറഞ്ഞാൽ ജൈവ ഇന്ധനം, ഗ്ലോബൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലോകവ്യാപകമായ, അത് അലയൻസ്. അപ്പോൾ ഗ്ലോബൽ ബയോഫ്യുവൽ അലയൻസ് എന്ന പുതിയ ഒരു സംഘടനയും പ്രഖ്യാപിച്ചു. ഗ്രീൻ ഡെവലപ്മെന്റ്, കാലാവസ്ഥാ വ്യതിയാനം, സാമ്പത്തിക വികസനം, ചെറിയ വരുമാനമുള്ള രാജ്യങ്ങൾക്ക് മേലുള്ള കടഭാരം, പണപ്പെരുപ്പം, സാങ്കേതിക വിദ്യകളുടെ പരിവർത്തനം, സ്ത്രീ ശാക്തീകരണം, ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ, ഭക്ഷ്യ ഊർജ്ജ സുരക്ഷ തുടങ്ങിയ ഒട്ടേറെ സുപ്രധാന ചർച്ചാ വിഷയങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യയുടെ പ്രസിഡൻസി കാലത്ത് ഇന്തോനേഷ്യ, ഇന്ത്യ, ബ്രസീൽ എന്നിവർ ചേർന്ന ട്രോയിക്കയാണ് പ്രവർത്തിച്ചത്. ഈ ട്രോയിക്ക ചേർന്നിട്ടാണ് ഇതിനെ കോർഡിനേറ്റ് ചെയ്തത്. ട്രോയിക്ക എന്ന് പറഞ്ഞാൽ ഈ 3 പേര് ചേർന്നവർ, അതായത് മുന്നേ ആതിഥേയത്വം വഹിച്ചവർ. ഇന്തോനേഷ്യ ആണല്ലോ 17ാമത്, 18ാമത് ഇന്ത്യയാണ്, 19ാമത്തത് ബ്രസീലിലാണ് നടക്കുന്നത്. ഈ 3 പേരും ചേർന്നിട്ടാണ് ഈ ട്രോയിക്ക ഉണ്ടാവുക. അപ്പൊ ഇന്തോനേഷ്യ, ഇന്ത്യ, ഇനി അടുത്ത് നടക്കാൻ പോണത് എവിടെയാണ്? ബ്രസീലിലാണ്. അപ്പോ 2024 G20 ബ്രസീലിൽ നടക്കുമ്പോഴും ആ ട്രോയിക്കയിൽ ഇന്ത്യ ഉണ്ടാവും, മുൻ പ്രസിഡൻസി എന്നുള്ള രീതി. ലോകം ഒരു കുടുംബം എന്നർത്ഥം വരുന്ന വസുദൈവ കുടുംബകം, അല്ലെങ്കിൽ ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി എന്നതാണ് പ്രമേയം. 1 എർത്ത്, 1 ഫാമിലി, 1 ഫ്യൂച്ചർ. ഇന്ത്യക്ക് ശേഷം ആരായിരിക്കും? ബ്രസീലിനായിരിക്കും അധ്യക്ഷ സ്ഥാനം. അപ്പൊ 18ാമത് G20 ഉച്ചകോടിയുടെ പ്രമേയം ഏതാണ്? വസുദൈവ കുടുംബകം, ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി, അഥവാ ഈ 1ഉം 2ഉം ചേർന്നത്. നൺ ഓഫ് ദീസ്. ഏതാണ്? നമുക്കറിയാം 1ഉം 2ഉം ചേർന്നതാണ്. അതായത് വസുദൈവ കുടുംബകം, ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി. അപ്പോൾ ഓർത്തിരിക്കുക, 2022 ഇന്തോനേഷ്യയിലാണ്, 2023 ഇന്ത്യയിൽ നടന്നു, 2024 G20 പ്രസിഡൻസി ആർക്കായിരിക്കും? ബ്രസീലിനായിരിക്കും. ഏതാണ് ഈ ആതിഥേയർ എന്ന് പറഞ്ഞാൽ? G20 ഉച്ചകോടിയുടെ അംഗരാജ്യങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ആതിഥേയ രാജ്യം. അപ്പൊ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന രാജ്യം നിശ്ചിത കാലയളവിൽ, അതായത് ഡിസംബർ 1 മുതൽ നവംബർ 31 വരെ 1 വർഷക്കാലം G20യുടെ പ്രസിഡൻസിയായി കൂട്ടായ്മയെ നയിക്കും. G20 പ്രസിഡൻസി നിലവിലെ പ്രസിഡൻസിയും കഴിഞ്ഞ പ്രസിഡൻസിയും ഭാവിയിലെ പ്രസിഡൻസിയും ചേർന്നൊരു ട്രോയിക്കയാണ് പിന്തുണയ്ക്കുക. അതുകൊണ്ടാണ് 17ാമത് ഉച്ചകോടിയിലെ ഇന്തോനേഷ്യയും 18ാമത് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ച ഇന്ത്യയും 19ാമത്തെ ഉച്ചകോടിക്ക് ആതിഥേയം വഹിക്കുന്ന ബ്രസീലും ചേർന്നുള്ള ട്രോയിക്കയാണ് ഇപ്രാവശ്യം കാര്യങ്ങളെ നിയന്ത്രിച്ചത്. ആതിഥേയ രാജ്യത്തെ തെരഞ്ഞെടുക്കാനായി യൂറോപ്യൻ യൂണിയനും ആഫ്രിക്കൻ യൂണിയനും ഒഴികെയുള്ള അംഗങ്ങളെ 5 ഗ്രൂപ്പുകളായി തിരിച്ചിട്ടുണ്ട്. ഓരോ ഗ്രൂപ്പിനും കിട്ടുന്ന ഊഴത്തിൽ നിന്ന് അതത് ഗ്രൂപ്പുകൾ ചർച്ച നടത്തിയാണ് പ്രസിഡൻസി സ്ഥാനം തീരുമാനിക്കുന്നത്. അപ്പൊ G20യുടെ ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷ്, ഫ്രഞ്ച്, സ്പാനിഷ് എന്നിവയാണ്. ഇംഗ്ലീഷും ഫ്രഞ്ചും സ്പാനിഷും ഇതെല്ലാമാണ് G20യുടെ ഔദ്യോഗിക ഭാഷകൾ. അപ്പൊ G20 നന്നായി പഠിച്ചുറപ്പിക്കുക. വളരെ കുറഞ്ഞ കാര്യങ്ങളേ ഉള്ളൂ, പക്ഷെ ഓർത്തു വയ്ക്കാൻ എളുപ്പമായ രീതിയിലാണ്. ഓക്കെ, താങ്ക് യു ആൾ. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നന്നായി പഠിക്കുക. കറണ്ട് അഫയേഴ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്.